കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് പാരീസിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടിരിക്കേണ്ട അട്രാക്ഷൻസ് ആണ്. പക്ഷെ ഇവര് കുറച്ച് അൺയൂഷ്വൽ സ്പോട്ട്സ് ഉണ്ട്. അതായത് ഒരു വലിയൊരു ടൂറിസ്റ്റിക് സ്പോട്ട് ഒന്നും അല്ല, പക്ഷെ അതിനെപ്പറ്റി കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കൗതുകം തോന്നും. അങ്ങനത്തെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാരീസിലെ ഏറ്റവും കളർഫുൾ സ്ട്രീറ്റായ റൂ ക്രെമിയോ എന്ന് പറയുന്ന സ്ട്രീറ്റിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേറെ എവിടെ നമ്മൾ നോക്കിയാലും പാരീസിലെ ബിൽഡിങ്സ് ഒരു പെയിൽ കളറാണ്, ഈവൻ ദോ അവർക്ക് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസും ആ ഭംഗിയും ഉണ്ടെങ്കിലും. പക്ഷേ ഈ സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ബിൽഡിങ്സിലും ഓരോരോ കളർ കൊടുത്തേക്കുന്നത് കാണാം. മഞ്ഞ, ഓറഞ്ച്, പിങ്ക്, ഗ്രീന്, അങ്ങനെ. അതുപോലെ ഈ പാത്ത് വേസ് എന്ന് പറഞ്ഞാൽ ഈ കല്ല് പാകിയ വഴി. അപ്പോൾ ഈ കോബിൾഡ് സ്റ്റോൺ പാത്ത് വേസും ഈ കളർഫുൾ ബിൽഡിങ്സും പിന്നെ ഈ ബിൽഡിങ്സിൻ്റെ ഫ്രണ്ട് വെച്ചേക്കുന്ന ഈ ചട്ടിക്കകത്ത് പൂക്കളും എല്ലാം ഭയങ്കര ഭംഗി കൊടുക്കും ഈ സ്ട്രീറ്റിന്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻസ്റ്റാഗ്രാമിന് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ളൊരു സ്ട്രീറ്റാണ്. ആരിവിടെ വന്നാലും ഒരു ഫോട്ടോ എടുക്കാതെ പോകത്തില്ല, അത്രയ്ക്കും ഭംഗിയാണ് ഈ സ്ട്രീറ്റിന്. നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ രാവിലെ വരാൻ നോക്കുക. ഉച്ച കഴിഞ്ഞൊക്കെ നല്ല തിരക്കായിരിക്കും. ഇവിടെ ക്ലിയർ ആയിട്ട് കിടക്കുന്നത് രാവിലെ മാത്രമേ ഉള്ളൂ. പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചില വീടുകളുടെ ഫ്രണ്ടിൽ അവർ ഫോട്ടോഗ്രാഫി പറ്റില്ല എന്ന് പറഞ്ഞ് സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ചിട്ട് ബാക്കി എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി ഫോട്ടോ എടുക്കാം. പാരീസിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയുണ്ട്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഒരുപാട് റെപ്ലിക്കാസ് നമുക്ക് പാരീസിൽ കാണാനായിട്ട് പറ്റും. ന്യൂയോർക്കിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഇനോഗ്രേറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴത്തേന് 1889 ഈ പാരീസിൽ താമസിക്കുന്ന US സിറ്റിസൻസ് ഫ്രഞ്ച് റെവല്യൂഷൻ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഫ്രാൻസിന് കൊടുത്തൊരു ഗിഫ്റ്റാണ് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ റെപ്ലിക്ക. ആദ്യം ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഫേസ് ചെയ്തത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കായിരുന്നു, അതായത് ഐഫിൽ ടവറിനെ നോക്കിയിരിക്കുന്ന പോലെ. 1937 ആയപ്പോഴത്തേന് അതിനെ വെസ്റ്റിലേക്ക് തിരിച്ചു വെച്ചു. ഇപ്പോൾ അത് നോക്കിയിരിക്കുന്ന ന്യൂയോർക്കിലെ ഒറിജിനൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ കയ്യിലിരിക്കുന്ന ടാബ്ലറ്റിൽ 2 ഡേറ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് ജൂലൈ 4, 1776. അത് US ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്ത ഡേറ്റ് ആണത്. അതുപോലെ രണ്ടാമത്തേത് 14 ജൂലൈ 1789. അത് ബാസ്റ്റൈൽ സ്റ്റോമിങ്ങിന്റെ ഡേറ്റ് ആണ്. ഈ സ്റ്റാച്യുവിന് ഏകദേശം ഒരു 11.5 മീറ്റർ നീളമാണുള്ളത്, 14 ടൺ വെയിറ്റും. ഇത് മാത്രമല്ല പാരീസിലുള്ള റെപ്ലിക്ക, ഇതുപോലത്തെ ഒരുപാട് റെപ്ലിക്കാസ് പാരീസിലുണ്ട്. ഇത് അതിൽ ഒരെണ്ണം മാത്രമാണ്. പാരീസിലെ ഏറ്റവും ഓൾഡസ്റ്റ് ക്ലോക്കാണിത്. ചാൾസ് അഞ്ചാമൻ 14ാം സെഞ്ചുറിയിൽ സിറ്റി പാലസിന് വേണ്ടി പണിയിപ്പിച്ച ക്ലോക്കാണിത്. 1371 ഈ ക്ലോക്ക് ഇവിടെ വരുന്നത്. ഒരുപാട് ഗോൾഡൻ പെയിന്റിങ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 ഫിഗേഴ്സ് ഉണ്ട്. ഒന്ന് ലോയിനെ റെപ്രസെന്റ് ചെയ്യുന്നു, 2 ജസ്റ്റിസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ ക്ലോക്കിൽ ഒരുപാട് റീസ്റ്റോറേഷൻസും ചേഞ്ചസും ഒക്കെ വന്നിട്ടുണ്ട് പല പല ഫ്രഞ്ച് മൊണാർക്കീസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാരീസിലെ ഏറ്റവും ചെറിയ സ്ട്രീറ്റായ റൂവേ ദെ ഡെഗ്രയിലാണ്. ഇത് ശരിക്കും ഒരു 14 സ്റ്റെപ്പേ ഉള്ളൂ ഈ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. 5.25 മീറ്റർ നീളവും 3.5 മീറ്റർ വീതിയും മാത്രമേ ഉള്ളൂ ഈ സ്ട്രീറ്റിന്. 1634 ഈ സ്ട്രീറ്റ് പണിയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ വന്ന് ഈ സ്മോളസ്റ്റ് സ്ട്രീറ്റ് കാണാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ശരിക്കും 2 സ്ട്രീറ്റിൻ്റെ ഇടയ്ക്കുള്ള ഒരു കുഞ്ഞ് സ്റ്റെയർ കേസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ നമുക്കിത് കാണാനായിട്ട് പറ്റത്തുള്ളൂ. 1800, 1900 വർഷങ്ങളൊക്കെ ആയപ്പോഴത്തേന് ഈ പാരീസിൽ മിക്കതും കവേർഡ് പാസേജസ് വന്നു തുടങ്ങി. ഏതാണ്ട് 150ഓളം കവേർഡ് പാസേജസ് ഉണ്ടായിരുന്നു പാരീസിൽ. പക്ഷെ ഇപ്പം വളരെ കുറച്ചേ ഉള്ളൂ. അതിൽ നമ്മൾ കണ്ടിരിക്കേണ്ടതും ഭയങ്കര ഭംഗിയുള്ള ഒരു കവേർഡ് പാസേജാണ് ഗാലറിയ വിവിനെ. ഇതൊരു ഇവിടെ നിന്നായിരിക്കും ചിലപ്പം ഷോപ്പിംഗ് മാൾ കോൺസെപ്റ്റ് ഒക്കെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഷോപ്പിംഗ് ആംബിയൻസാണ് ഉള്ളത്. 1823 ഈ കവേർഡ് പാസേജ് ഉണ്ടാക്കിയത്. ആർക്കേഡ് ഫുൾ ഉണ്ടാക്കിയേക്കുന്നത് ഗ്ലാസും അതുപോലെ തന്നെ ഈ മെറ്റൽ വർക്ക് കൊണ്ടുള്ള ആർക്കേഡ്സ് ആണ്. അതുപോലെ മൊസൈക്ക് ഫ്ലോറും. ഇതുപോലെ തന്നെയുള്ളൊരു കവേർഡ് പാസേജ് ആണ് പസാജ് ഡെസ് പനോരമാസ്. ഇതെല്ലാം ഒരു വിൻറ്റേജ് മോഡലിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾ പാരീസിൽ ഒരു മഴയുള്ളൊരു ദിവസമായിരിക്കില്ല, ആ മഴയുള്ള സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ പാസേജസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാരീസിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഓൾഡ് സ്റ്റൈൽ സ്ട്രീറ്റിലാണ്. റൂ ക്ലെയർ എന്നാണ് സ്ട്രീറ്റിൻ്റെ പേര്.
ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ചീസ് വെറൈറ്റീസ് ഒക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. ഇവിടുത്തെ ലോക്കൽസ് എല്ലാം വരുന്നത് ഇവിടെയാണ്. അവരുടെ ഫേവറേറ്റ് ഫുഡും ചീസും അതുപോലെ പേസ്ട്രി ഷോപ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. പല വെറൈറ്റി പല സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും. ഈ സ്ട്രീറ്റിന് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ കല്ല് വെച്ച പാതയും അതുപോലെ രണ്ട് സൈഡിലും ഓൾഡ് ഫാഷൻഡ് ബിൽഡിങ്ങും അതുപോലെ ഈ കടകളെല്ലാം കൂടെ ആകുമ്പോഴത്തേന് പാരീസിലെ ഏറ്റവും ഭംഗിയുള്ള സ്ട്രീറ്റാണ് റൂ ക്ലെയർ. ഞാനിപ്പോൾ നിൽക്കുന്നത് പാരീസിലെ ഏറ്റവും പഴക്കമുള്ള പേസ്ട്രി ഷോപ്പായ പാറ്റിസറി സ്റ്റോററിലാണ്. ഇത് ശരിക്കും 18ാമത്തെ സെഞ്ച്വറിയിൽ സ്റ്റാർട്ട് ചെയ്തൊരു പേസ്ട്രി ഷോപ്പാണ്. അത് 1730. ഇപ്പോഴും ഇത് പാരീസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പേസ്ട്രി ഷോപ്പാണ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അകത്തും. അതുപോലെ ഇത് ഇരിക്കുന്നത് നല്ല തിരക്കുള്ളൊരു സ്ട്രീറ്റിലാണ്. ഒത്തിരി റെസ്റ്റോറൻറ്റ്സും കഫേസും എല്ലാം ഈ സ്ട്രീറ്റിലുണ്ട്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ ഇത് മിസ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് പാരീസിൻ്റെ ഐ ലവ് യു വോള്. അപ്പം ഈ വോളിൽ ശരിക്കും 311 പ്രാവശ്യം ഐ ലവ് യു എന്ന് 250 ഭാഷയിൽ എഴുതി വെച്ചേക്കുന്നതാണ്. ഈ വോൾ ഇരിക്കുന്നത് മോണ്ട് മാർട്ടെ ഹില്ലിൽ ജോഹാൻ റിക്ടസ് എന്ന് പറയുന്ന ഗാർഡൻ്റെ അകത്താണ്. ഏതാണ്ട് 612 ലാവ ടൈൽസിലാണ് ഈ വോൾ ഉണ്ടാക്കിയേക്കുന്നത്. ഈ വോൾ ഓഫ് ലവിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം മലയാളത്തിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പാരീസിൽ 6 റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ടെങ്കിലും ഗാർ ദു നോർഡ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ് പാരീസിലെ ഏറ്റവും വലുതും അതുപോലെ ബിസിയസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ. ട്രാഫിക് ഫ്ലോയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ യൂറോപ്പിലെ ലീഡിങ്ങും അതുപോലെ ലോകത്തിലെ 3ാമത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഗാർ ദു നോർഡ്. ഏതാണ്ട് 220 മില്യൺ ആൾക്കാരാണ് ഒരു വർഷം ഈ റെയിൽവേ സ്റ്റേഷൻ വഴി ക്രോസ് ചെയ്യുന്നത്. അതുപോലെ ഫ്രാൻസിലെ നോർത്തേൺ ഭാഗങ്ങളിലേക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനുകളുണ്ട്. അതുകൂടാതെ തന്നെ യൂറോപ്പിലെ പല ഭാഗങ്ങളിലേക്കും ലണ്ടനിലേക്ക് യൂറോസ്റ്റാർ വഴി, അതുപോലെ ബെൽജിയത്തിലേക്കും നെതർലാൻഡ്സിലേക്കും ഈവൻ ആഹനിലേക്ക് വരെ ഇവിടുന്ന് താലസ് ഉണ്ട്. അപ്പം നമ്മൾ പാരീസിൽ വരുവാണെങ്കിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ സ്റ്റേഷൻ വഴി വരാതെ പോകത്തില്ല. നിങ്ങളിപ്പോൾ പാരീസിലെ എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞു. ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ അട്രാക്ഷൻസും എല്ലാം കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്കൊരു ബ്രേക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വരാവുന്ന ഒരു നെയ്ബർഹുഡാണ് ലേ ചപ്പൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ നെയ്ബർഹുഡിലാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ സൗത്ത് ഇന്ത്യൻ മാത്രമല്ല ശ്രീലങ്കൻ കടകളും അതുപോലെ കൾച്ചറും എല്ലാം കാണാമെങ്കിലും അവിടുന്ന് ഇവിടുന്ന് എല്ലാം ആ സ്ട്രീറ്റിൻ്റെ തമിഴ് ഭാഷ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ഇന്ത്യയിൽ വന്നൊരു ഫീലാണ് നമുക്ക് ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നു പോകുമ്പോഴത്തേന്. എവിടെ നോക്കിയാലും നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ സ്വീറ്റ്സ് കടകൾ അല്ലെങ്കിൽ സാരി കടകൾ, പിന്നെ അതുപോലെ നമ്മുടെ നാട്ടിൽ വിൽക്കുന്ന പോലത്തെ സാധനങ്ങളെല്ലാം കിട്ടുന്ന കടകൾ ഈ സ്ട്രീറ്റിലുണ്ട്. അതുപോലെ ഇഷ്ടം പോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും ശ്രീലങ്കൻ റെസ്റ്റോറൻറ്റ്സും എല്ലാം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ മുല്ലപ്പൂവും അതുപോലത്തെ പൂക്കളും പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കട അങ്ങനെ എല്ലാം കാണാൻ, നമ്മുടെ നാട്ടിലെ കുഞ്ഞു പഴം അതൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിൽ നമ്മൾ 4 മണിക്ക് കഴിക്കുന്ന പലഹാരങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. പൊറോട്ട അടിക്കുന്നവരെ കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഇവിടുത്തെ കുറച്ച് നമുക്ക് കേട്ടാൽ കൗതുകം തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ. പക്ഷെ എന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അത് എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.